നമസ്കാരം. പ്രധാന വാർത്തകൾ. പൂരങ്ങളുടെ പൂരത്തിന്റെ നാട്ടിൽ കലാപൂരത്തിന് അരങ്ങുണരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തിരിതെളിയും. രാവിലെ 10-ന് തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമേള ഉദ്ഘാടനം ചെയ്യും. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും കോൺഗ്രസ് SDPI ധാരണ. കോൺഗ്രസ് പിന്തുണയോടെ SDPI അംഗത്തിന് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം. ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ SDPI അംഗം സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് CPM. പോലീസിന് നേരെ ഗുണ്ട ആക്രമണം. വടക്കേക്കാട് ASI അനിൽകുമാറിന് പരിക്ക്. പുന്നേർകുളം കുന്നത്തൂരിലെ ബാറിലെ സംഘർഷം ഒഴിവാക്കാൻ സ്ഥലത്തെത്തിയ SIയെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവർ ആക്രമിക്കുകയായിരുന്നു. പ്രതികൾ പിടിയിൽ. എരുമപ്പെട്ടി കുണ്ടന്നൂർ മാവിൻ ചുവട് പരിസരത്ത് കടന്നലാക്രമണം. കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും രക്ഷിക്കാനെത്തിയവർക്കും കടന്നൽ കുത്തേറ്റു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃത്താലയിൽ UDF-ൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നു. VT ബൽറാമിന് പകരം ഉയരുന്നത് OK ഫാറൂഖിന്റെയും CV ബാലചന്ദ്രന്റെയും പേരുകൾ. വാർത്തകൾ വിശദമായി. പൂരങ്ങളുടെ പൂരത്തിന്റെ നാട്ടിൽ കലാപൂരത്തിന് അരങ്ങുണരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തിരിതെളിയും. ജനുവരി 14 മുതൽ 18 വരെ 5 ദിവസം 25 വേദികളിലായി നടക്കുന്ന 249 ഇനം കലാമത്സരങ്ങളിൽ 15,000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. ബുധനാഴ്ച രാവിലെ 10-ന് പാർമേക്കാവിന് എതിർവശത്ത് എക്സിബിഷൻ ഗ്രൌണ്ടിലെ 1-ാം വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. തൃശൂരിന്റെ പൂരപ്രൌഢിയുടെ പ്രഖ്യാപനമെന്നോണം പാണ്ടിമേളവും കുടമാറ്റവും നടക്കും. 64-ാം കലോത്സവത്തെ സൂചിപ്പിച്ച് 64 കുട്ടികൾ കുടമാറ്റത്തിൽ അണിനിരക്കും. പൂക്കളുടെ പേരു നൽകിയ 25 വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാവിലെ 9-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തും. മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. BK ഹരിനാരായണൻ രചിച്ച സ്വാഗതഗാനം കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കും. പാലക്കാട് പൊറ്റശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തീം സോങ് തയ്യാറാക്കിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി K രാജൻ എന്നിവരടക്കം ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഉത്തരവാദിത്വ കലോത്സവം എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ആപ്തവാക്യം. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും കലോത്സവം അരങ്ങേറുക. 25 വേദികളിലും ആംബുലൻസ്, കുടിവെള്ളം എന്നിവ സജ്ജമാക്കും. നഗരത്തിനു ചുറ്റുമുള്ള 20 സ്കൂളുകളിലാണ് താമസ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വേദികളിലും താമസ സൌകര്യം ഒരുക്കിയ സ്കൂളുകളിലും പോലീസ് നിരീക്ഷണം ഉണ്ടാകും. ശുചിമുറി, ടോയ്ലറ്റ് എന്നിവ ഒരുക്കും. ജലലഭ്യതയും ഉറപ്പുവരുത്തും. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ സംസ്ഥാന വിജയികൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണ്ണക്കപ്പിന് മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ഗൈഡ്സ്, NCC, NSS, JRC, SPC വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങളോടെയും വിവിധ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയുമാണ് സ്വർണ്ണക്കപ്പിന് വരവേൽപ്പ് നൽകിയത്. തുടർന്ന് നടന്ന യോഗം ചാവക്കാട് നഗരസഭാ ചെയർമാൻ H അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകരായ സിസ്റ്റർ സിമി മരിയ, സിസ്റ്റർ അൽഫോൺസ് ഡെൽഫി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വിവിധ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, PTA പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജില്ലയുടെ വിജയ നേട്ടങ്ങളിൽ പങ്കാളികളാകാൻ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ. വിവിധ തരത്തിലുള്ള ആലാപന മത്സരങ്ങളിലാണ് ഇക്കുറി LF ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അനുപമമതി സുഖഭാവം അമൃതമതീത സുമോദം ശ്രുതിലയ വിരചിത അതുലിത ഗീതിക തവ കരവീണ നാദതരംഗിതലോലം ദേവി ഭാഗ്യം സായുജ്യം. കലോത്സവത്തിൽ ഉപജില്ല മുതൽ സംസ്ഥാനതലം വരെ മികവ് തെളിയിച്ചിട്ടുള്ളവരാണ് LF-ലെ പെൺസംഘം. കലാമേള തുടങ്ങിയ കാലം മുതൽ ടീം LF സജീവമാണ്. ഇക്കുറി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ സംഘഗാനം, വന്ദേമാതരം, കന്നഡ പദ്യം ചൊല്ലൽ, വഞ്ചിപ്പാട്ട് എന്നീ ഇനങ്ങളിലാണ് മാറ്റുരയ്ക്കുന്നത്. 2ാം തവണയാണ് സംഘഗാനത്തിൽ ഇവർ സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണ A ഗ്രേഡ് സ്വന്തമാക്കി. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും സംഘഗാനത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കുവാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു.
രണ്ടാം തവണയാണ് LF-CGHSS മമ്മിയൂരിനെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ദേമാതരത്തിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന് ഞങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയിരുന്നു. ഇപ്രാവശ്യം സംസ്കൃത സംഘഗാനത്തിനും വന്ദേമാതരത്തിനാണ് ഞങ്ങൾ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെ തന്നെ മികച്ച വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളെ സംസ്കൃതം ടീച്ചറായ നിധി ടീച്ചറും സുഗതകുമാരി ടീച്ചറാണ് ഞങ്ങൾക്ക് ഈ പാട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ പാരൻസും സ്കൂളും എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അത് തന്നെയാണ് ഞങ്ങളെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതും. ആ ഒരു സപ്പോർട്ടുള്ള കാരണം ഞങ്ങൾക്ക് ഇനിയും A ഗ്രേഡ് ലഭിക്കുന്ന തന്നെ നല്ല പ്രതീക്ഷയുണ്ട്. 9-10 ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് സംഘഗാന മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തനതും സംഗീതം തനതും തനതും തന ദീപം തനതും തനതും തന തകിടധീം തധീം 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 തക തകിടധീം തധീം 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 തകിടധീം തധീം 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 തക തകിടധീം തധീം. ആദ്യമായാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിന് വഞ്ചിപ്പാട്ടിനത്തിൽ പങ്കെടുക്കുന്നത്. നല്ല രീതിയിലുള്ള വിജയപ്രതീക്ഷയുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ ആദ്യമായിട്ടാണ് LF-CGHS മമ്മിയൂരിനെ പ്രതിനിധീകരിച്ച് സ്റ്റേറ്റ് ലെവൽ കലോത്സവം വഞ്ചിപ്പാട്ടിനായിട്ട് പോകുന്നത്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. A ഗ്രേഡ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങളെ പിന്തുണച്ച മാതാപിതാക്കൾ അതുപോലെ അധ്യാപകർ അവരൊക്കെ ഞങ്ങളുടെ കൂട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേറ്റ് ലെവലിൽ A ഗ്രേഡ് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കുട്ടികളുടെ മികവ് കണ്ടറിഞ്ഞ അധ്യാപകരും ഇവർക്കാവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. പോയ കാലത്തെ പെരുമ നിലനിർത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ടീം LF മമ്മിയൂർ. തൃശൂർ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി മന്നലാംകുന്ന് GFUP സ്കൂളിന്റെ നേതൃത്വത്തിൽ വിളംബര റാലി നടത്തി. വാർഡ് മെമ്പർ TA ആയിഷ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂളിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് തയ്യാറാക്കിയ കലോത്സവ സ്വർണ്ണക്കപ്പിന്റെ മാതൃകയുമായിട്ടായിരുന്നു റാലി സംഘടിപ്പിച്ചത്. മറ്റ് കലാപ്രകടനങ്ങളുമുണ്ടായി. PTA പ്രസിഡന്റ് അസീസ് മന്നലാംകുന്ന്, പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത്, OSA പ്രസിഡന്റ് KK ഷുക്കൂർ, സെക്രട്ടറി PM നാസർ, വൈസ് പ്രസിഡന്റ് PA നസീർ, കോർഡിനേറ്റർ സിൻസി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും കോൺഗ്രസ് SDPI ധാരണ. കോൺഗ്രസ് പിന്തുണയോടെ SDPI അംഗത്തിന് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം. ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ SDPI അംഗം സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസ് അംഗം ലിസി ജോയിയുടെ വോട്ട് നേടിയാണ് SDPI അംഗം KM ഷഹീദ വികസനകാര്യ സ്ഥിരം സമിതിയുടെ അധ്യക്ഷനായത്. സ്ഥിരം സമിതിയിൽ കോൺഗ്രസ്, CPIM, SDPI എന്നീ കക്ഷികൾക്ക് ഓരോ അംഗങ്ങൾ വീതമാണുള്ളത്. ഇതിൽ ഷഹീദ്, ലിസി ജോയ് എന്നിവരുടെ വോട്ടുകൾ നേടിയാണ് SDPI അധ്യക്ഷസ്ഥാനം നേടിയത്. CPIMലെ സുജിഷ മനീഷിന് 1 വോട്ട് ലഭിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയിൽ CPIM 6, കോൺഗ്രസ് 5, SDPI 2, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് SDPIയുടെ പിന്തുണ നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. SDPIയുമായി ചേർന്ന് അധികാരം പങ്കിടുന്ന സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വം പ്രസിഡന്റ് AM നിധീഷിനെയും വൈസ് പ്രസിഡന്റ് സബേറ്റ വർഗീസിനെയും കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ പാർട്ടി നടപടിയുണ്ടായിട്ടും കോൺഗ്രസ് SDPI ബന്ധം സുദൃഢമായി തുടരുന്നതിന്റെ സൂചനയാണ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ SDPI അംഗത്തിനുള്ള കോൺഗ്രസ് പിന്തുണ. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി CPIMലെ ഷഹർബാനും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണായി കോൺഗ്രസ് അംഗം ജിഷ അനിലും തെരഞ്ഞെടുക്കപ്പെട്ടു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ BJP പിന്തുണയോടെ വിജയിച്ച കോൺഗ്രസ് മതതീവ്രവാദ സംഘടനയായ SDPIയുമായുള്ള ബന്ധം തുടരുന്നതിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് CPIM. മതതീവ്രവാദികളായ SDPI കോൺഗ്രസ് സഖ്യം കുറേക്കൂടി പരസ്യമായ രീതിയിൽ ബന്ധം പ്രകടിപ്പിക്കുന്നതാണ് ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ടുള്ളതെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗവും ചൊവ്വന്നൂർ പഞ്ചായത്ത് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായിരുന്ന KK സതീശൻ ആരോപിച്ചു. SDPI അംഗം ഷഹീദിനെ കോൺഗ്രസിന്റെ അംഗം വോട്ട് ചെയ്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കിയത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ SDPIയുടെ പിന്തുണയോടുകൂടിയാണ് വിജയിച്ച് ഭരണത്തിലെത്തിയത്. അന്ന് നിരുപാധിക പിന്തുണ എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മതതീവ്രവാദ സംഘടനയായ SDPIയുമായും കോൺഗ്രസ് സഖ്യം കുറെ കൂടി ശക്തമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുന്നത്. SDPIയുടെ
ഷഹീദിനെ കോൺഗ്രസ് അംഗം വോട്ട് ചെയ്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കിയത്. നേരത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും STPയുടെ പിന്തുണയോടെയാണ് ഭരണത്തിൽ വന്നത്. അന്ന് നിരുപാധിക പിന്തുണ എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ചൊവ്വന്നൂരിൽ പരസ്യമായ സഖ്യം ഇത് നേരത്തെ തന്നെയുണ്ട്. കോൺഗ്രസിന്റെ അംഗങ്ങൾ 5 പേർ വിജയിച്ചത് BJPയുടെ പിന്തുണയോടുകൂടിയാണ്. ആ 5 പേരും ഇപ്പോൾ STPയുടെ പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഒന്നിൽ STPയും ഒന്നിൽ കോൺഗ്രസും വിജയിച്ചിട്ടുണ്ട്. ഈ 2 പേരും കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് വന്നിട്ടുള്ളത്. വർഗീയ കക്ഷികളുമായി അധികാരം പങ്കിടുന്നതിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി. ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കേണ്ടത്. ഇപ്പോൾ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒന്നിൽ STPയും ഒന്നിൽ കോൺഗ്രസും അംഗങ്ങൾ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. ഈ 2 പേരും കോൺഗ്രസിന്റെ പിന്തുണയും STPയുടെ പിന്തുണയോട് കൂടി തന്നെയാണ് അത് വന്നിട്ടുള്ളത്. ഇവരുടെ മുകളിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നത് വ്യക്തമാക്കേണ്ടത്. ഗുരുവായൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ തെരഞ്ഞെടുത്തു. വികസനകാര്യ ഷാനി റെജി, ക്ഷേമകാര്യം V അനൂപ്, പൊതുമരാമത്ത് AT ഹംസ, ആരോഗ്യം ബിന്ദു അജിത് കുമാർ, വിദ്യാഭ്യാസം രതി ജനാർദ്ദനൻ എന്നിവരെയാണ് സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുത്തത്. N വിജയകുമാർ വരണാധികാരിയായി. UDFും BJPയും തെരഞ്ഞെടുപ്പിന് എത്തിയില്ല. ഇതേ തുടർന്ന് എതിരില്ലാതെയാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചുമതലയേറ്റ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് എന്നിവർ ചേർന്ന് അനുമോദിച്ചു. നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഖകരമായി പൂർത്തീകരിച്ച വരണാധികാരിക്കും സഹപ്രവർത്തകർക്കും ഉപഹാരം സമ്മാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃത്താലയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നു. VT ബൽറാമിന് പകരം ഉയരുന്നത് OK ഫാറൂഖിന്റെയും CV ബാലചന്ദ്രന്റെയും പേരുകൾ. തൃത്താല നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ചകൾ സജീവമാകുന്നു. മുൻ MLA ആയിരുന്ന VT ബൽറാമിന് പകരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖിനെ രംഗത്തിറക്കണമെന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. അതേസമയം തന്നെ തൃത്താലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ DCC പ്രസിഡന്റുമായിരുന്ന CV ബാലചന്ദ്രനെ രംഗത്തിറക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ചാനൽ ചർച്ചകളിലെ കോൺഗ്രസ് വക്താവുമായ OK ഫാറൂഖിനെ നിയമസഭയിൽ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകളാണ് സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും നടക്കുന്നത്. കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിൽ VT ബൽറാമിന്റെ പേര് സജീവമായതോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്നും CV ബാലചന്ദ്രന്റെയും OK ഫാറൂഖിന്റെയും പേരുകൾ ഉയർന്നുവരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പരസ്യപ്രതികരണവുമായി രംഗത്തെത്തിയിട്ടില്ല. പോലീസിന് നേരെ ഗുണ്ടാക്രമണം. വടക്കേക്കാട് SI അനിൽകുമാറിന് പരിക്കേറ്റു. തിങ്കളാഴ്ച രാത്രി 10:15 കുന്നത്തൂർ ദേവാസുര ബാറിന്റെ വളപ്പിലാണ് സംഭവം. യുവാക്കൾ കത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്ന വിവരം അറിഞ്ഞാണ് പോലീസ് എത്തിയത്. വടക്കേക്കാട് സ്വദേശികളായ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രണവ്, രാഹുൽ, ഇവരുടെ സുഹൃത്ത് ബിജീഷുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ പ്രണവ് കയ്യിൽ കരുതിയിരുന്ന കത്തിയുടെ പിടികൊണ്ട് SI അനിൽകുമാറിനെ മുഖത്തിടിക്കുകയായിരുന്നു. മൂക്കിന് സാരമായി പരിക്കേറ്റ അനിൽകുമാറിനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ നഗരസഭ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഫീസ് പിരിക്കുന്നതിൽ തീവെട്ടിക്കൊള്ള. പ്രതിഷേധവുമായി എത്തിയ BJP പ്രവർത്തകർ ഫീസ് പിരിക്കുന്നത് തടഞ്ഞു. നഗരസഭയുടെ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സ്മാരക ഗ്രൗണ്ടിലാണ് അമിത ഫീസ് പിരിച്ചിരുന്നത്. ഇതറിഞ്ഞെത്തിയ BJP പ്രവർത്തകർ വാഹന ഡ്രൈവർമാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. 40 രൂപയുടെ രശീതി നൽകി 100 രൂപയാണ് ഈടാക്കിയത്. ഇതോടെ ഫീസ് പിരിവ് തടയുകയായിരുന്നു. വിവരമറിഞ്ഞ ടെമ്പിൾ SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി. ഇതോടെ ഇതര സംസ്ഥാനക്കാരായ നിരവധി ഡ്രൈവർമാരാണ് പരാതിയുമായി എത്തിയത്. ഫീസ് പിരിക്കുന്നതിന് കരാറെടുത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് BJP പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. നഗരസഭയുടെ മറ്റു പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും ഇത്തരം കൊള്ള നടക്കുന്നതായി പ്രവർത്തകർ പരാതിപ്പെട്ടു. അമിത ഫീസ് പിരിക്കുന്നവരെ കരാറിൽ നിന്ന് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി H അഭിലാഷ് കുമാർ പറഞ്ഞു. ദേവസ്വം, സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും അമിത ഫീസാണ് ഈടാക്കുന്നതെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ആരോപിച്ചു. ഭക്തരെ ചൂഷണം ചെയ്യുന്ന ഇത്തരം പ്രവണതയെ ശക്തമായ സമരപരിപാടിയുമായി നേരിടുമെന്നും അനിൽ പറഞ്ഞു. ഇത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടുകളിൽ മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വത്തിന്റെ അണ്ടറിലുള്ള ഗ്രൗണ്ടുകളിൽ, അതുപോലെ പ്രൈവറ്റ് പാർക്കുകളിൽ, അവിടൊക്കെ കൃത്യമായിട്ട് വലിയ തുകയാണ് ഈടാക്കുന്നത്. ഈ വിഷയത്തില് ഭക്തരെ സംരക്ഷിക്കേണ്ട ആളുകള് ഈ
കരാറുകാരൊപ്പം നിന്ന് അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് തുടരുന്നത്. ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ കരാറുകാരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ നഗരസഭാ അധികാരികളും മറ്റുള്ള ആളുകളും മുഴുവൻ കരാറുകാരെ സംരക്ഷിക്കുകയാണ്. അതൊരു കാരണവശാലും നടപ്പിലാക്കാൻ സാധിക്കില്ല. ശക്തമായിട്ട് ഇത്തരത്തിലുള്ള ഇന്ന് ഞങ്ങള് ഇതിന്റെ വാഹന പാർക്കിംഗ് തടയുകയാണ് ചെയ്യുന്നത്. ഇത് തുടരുകയാണെങ്കിൽ ഇനി ഗുരുവായൂർ നഗരസഭയ്ക്കകത്തുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും BJP ഇത്തരത്തിലുള്ള അനധികൃത പാർക്കിംഗ് കൊള്ളാൻ അനുവദിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടി തടയുക തന്നെ ചെയ്യും. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. മുതുവട്ടൂർ നീലങ്കാവിൽ ഷിനു ജോസ്, മക്കളായ ആസ്ലിൻ, അശ്വിൻ, കണ്ടാണശ്ശേരി വടക്കത്ത് അഭിനന്ദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പടിഞ്ഞാറേ നട കമ്പിപ്പാലത്തിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 4:30യോടെയായിരുന്നു അപകടം. ഷിനു ബൈക്കിൽ മക്കളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു. എതിരെ വന്ന ബസ്സിനെ മറികടന്നെത്തിയ അഭിനന്ദിന്റെ ബൈക്കുമായാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ അഭിനന്ദ് ബസ്സിന് മുന്നിലേക്കാണ് വീണത്. ഉടനെ ബ്രേക്കിട്ടതിനാൽ വൻ അപകടം ഒഴിവായി. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ തൃശൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ മാവിൻ ചുവട് പരിസരത്ത് കടന്നൽ ആക്രമണം. കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും രക്ഷിക്കാനെത്തിയവർക്കും കടന്നൽ കുത്തേറ്റു. ചിരിയങ്കണ്ടത്ത് LC ലോട്ടറി വിൽപ്പന തൊഴിലാളി പുൽക്കൂട്ടിൽ ഷീബ എന്നിവർക്കും ഇവരെ കടന്നലാക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനെത്തിയ മേക്കാട്ടുകുളം ദേവസി, മകൻ ഡോൺ, വീട് നിർമ്മാണ തൊഴിലാളിയായ എരുമപ്പെട്ടി സ്വദേശി പ്രസാദ് എന്നിവർക്കുമാണ് കടന്നൽ കുത്തേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മാവിൻചുവട് പരിസരത്ത് വീടിനോട് ചേർന്നുള്ള പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ കടന്നൽക്കൂട്ടം ഇളകുകയായിരുന്നു. ആദ്യം LCക്കും അതുവഴി നടന്നു പോവുകയായിരുന്ന ഷീബയ്ക്കും കുത്തേറ്റു. തുടർന്ന് ഇവരെ രക്ഷിക്കാനെത്തിയ ദേവസിക്കും മകൻ ഡോണിനും പ്രസാദിനും കുത്തേൽക്കുകയായിരുന്നു. അതുവഴി കടന്നുപോയ വഴിയാത്രക്കാർക്കും കുത്തേറ്റിട്ടുണ്ട്. കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റ LC, ഷീബ, ദേവസി, ഡോൺ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഞങ്ങളിവിടെ പണിയെടുക്കായിരുന്നു. അപ്പോഴാണ് കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ റോഡിൽ ഇറങ്ങിയപ്പോൾ തേനീച്ച് കുത്തുണ്ട് ചേച്ചിനെ. അപ്പോൾ ഞങ്ങൾ ഓടിച്ചിട്ട് ചെന്നിട്ട് രക്ഷിക്കുക വന്നപ്പോൾ എൻ്റെ വില കുത്തി പുറത്ത് കണ്ണിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ ഈ ചേട്ടന് കുത്തിറ്റി. അപ്പോഴേക്കും ആകെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടി പോകുന്നു. പിന്നാലെ ഫുള്ളായി ഇവിടെ അപ്പോഴേക്കും എന്നിട്ട് ഒളിച്ചിരുന്നു ഞങ്ങൾ. വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ CDS ഭരണസമിതിയിൽ ഭരണപക്ഷം വിവേചനം കാണിച്ചുവെന്ന് പ്രതിപക്ഷ ആരോപണം. എക്സ് ഒഫീഷ്യോ അംഗങ്ങളായ പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും നിയമിക്കേണ്ട 5 വനിതാ മെമ്പർമാരെ ഇടതുപക്ഷ ഭരണസമിതി യാതൊരു കൂടിയാലോചനയുമില്ലാതെ LDFൽ നിന്നുള്ള 5 മെമ്പർമാരെ മാത്രം നിയമിച്ചതായി പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളിലും കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതിനാൽ കമ്മിറ്റിയിലേക്ക് പ്രതിപക്ഷത്തു നിന്നും ഒരംഗത്തെയെങ്കിലും എടുക്കാൻ തയ്യാറാകാത്തത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. 16 അംഗ ഭരണസമിതിയിൽ 3 വനിതകളടക്കം 7 അംഗങ്ങൾ പ്രതിപക്ഷത്തുണ്ട്. ഇതിൽ 4 പേർ UDF അംഗങ്ങളും 2 അംഗങ്ങൾ BJPയും 1 സ്വതന്ത്രനുമാണ്. പ്രതിപക്ഷ അംഗങ്ങളായ ഷംനാസ് തിച്ചൂർ, നാസർ, വാപ്പുട്ടി, സുബീഷ്, ബീവാത്തുകുട്ടി, ഷെറീന, ബിന്ദു എന്നിവർ വിയോജനക്കുറിപ്പ് നൽകി. തൃത്താലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകൾക്കും പരിക്കേറ്റു. ഹൈസ്കൂളിന് സമീപം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. പരുതൂർ സ്വദേശികളായ അച്ഛനും മകൾക്കുമാണ് പരിക്കേറ്റത്. തിരൂരിൽ പഠിക്കുന്ന മകളെ പരുതൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ എതിരെ വരികയായിരുന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും ആലൂർ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ ആംബുലൻസ് ഡ്രൈവർ ഫറൂഖിന്റെ നേതൃത്വത്തിൽ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ കുന്നംകുളം പോലീസ് എയർപോർട്ടിൽ നിന്ന് പിടികൂടി. കുന്നംകുളം ചെമ്മണ്ണൂർ സ്വദേശി 21 വയസ്സുള്ള അരുണിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. 2021 ജനുവരി 31-ന് MDMA, കഞ്ചാവ് ലേഹ്യം എന്നിവയുമായി പ്രതിയെ ചെമ്മണ്ണൂർ സെന്ററിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി പിന്നീട് വിദേശത്തേക്ക് കടക്കുകയും ചെയ്തു. കോടതിയിൽ കേസിന്റെ തുടർ നടപടികൾക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് പ്രതിക്കെതിരെ കോടതിയിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഞായറാഴ്ച വൈകിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പിന്നീട് കുന്നംകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും നടത്തിയത്. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗുരുവായൂർ റോഡിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MN മുരളീധരൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ്, ഏരിയ സെക്രട്ടറി PM സോമൻ, PG ജയപ്രകാശ്, MS പ്രേമലത എന്നിവർ സംസാരിച്ചു. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകൾ നാടിന്റെ സാമൂഹിക ജീവിതത്തെ നിയന്ത്രിച്ചതും സ്വാധീനിച്ചതുമാണ് കേരളം നേടിയ മുന്നേറ്റത്തിന്റെ ആധാരമെന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ. CPIMന്റെ സമുന്നത നേതാവും ഗവൺമെന്റ് ചീഫ് വിപ്പുമായിരുന്ന KP അരവിന്ദാക്ഷന്റെ 19ാം ചരമവാർഷികാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സാമൂഹിക ജീവിത ബോധത്തെ നിയന്ത്രിച്ചത് കോൺഗ്രസോ മതമോ BJPയോ സവർണനോ അവർണനോ അല്ല. ഇടതുപക്ഷമാണ് കേരളത്തിന്റെ സാമൂഹിക ജീവിത ബോധത്തെ നിയന്ത്രിച്ചത്. ഒരു കൊടി ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് സ്വാധീനമുണ്ടാക്കിയതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഗ്രന്ഥശാല പ്രസ്ഥാനവും യുക്തിവാദി പ്രസ്ഥാനവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഉൾപ്പെടുന്ന വിശാല ഇടതുപക്ഷത്തിന്റെ ഇടപെടലുകളാണ് കേരളത്തിന്റെ സാമൂഹിക ജീവിത ബോധത്തെ നിയന്ത്രിച്ചതെന്നും DYFI മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ശശിധരൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാധീനം ഉണ്ടായത് കേരളത്തിന്റെ സാമൂഹ്യ ജീവിത ബോധത്തെ അതിനെ നിയന്ത്രിച്ചതാരാ? കോൺഗ്രസ് ആണോ? സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിച്ചത് ഏതെങ്കിലും മതമാണോ? സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിച്ചത് BJP ആണോ? സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിച്ചത് സവർണനാണോ അവർണനാണോ? കേരളത്തിന്റെ സാമൂഹ്യ ജീവിത ബോധത്തെ നിയന്ത്രിച്ചത് ലെഫ്റ്റാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ ലെഫ്റ്റുമുണ്ട്, അശാസ്ത്രീയമായ ലെഫ്റ്റുമുണ്ട്. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ശാസ്ത്രീയ ലെഫ്റ്റാണ്. ആ ശാസ്ത്രീയ ലെഫ്റ്റിൽ ആരൊക്കെല്ലാം വരും? CPM ഉണ്ട്. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്കായിരുന്നു. CPI എന്ന് പറഞ്ഞാൽ അത് അവിഭക്ത പാർട്ടിയാണ്. അതിനാണ് ത്യാഗത്തിന്റെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ളത്. CPIM കേച്ചേരി ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെരുമണ്ണ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയാണ് ദിനാചരണ ചടങ്ങുകൾക്ക് തുടക്കമായത്. കേച്ചേരി സെന്ററിൽ നടന്ന പൊതുയോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ലോക്കൽ സെക്രട്ടറിമാരായ TC സെബാസ്റ്റ്യൻ, M പീതാംബരൻ, മുതിർന്ന നേതാവ് KP വിശ്വനാഥൻ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് എന്നിവർ സംസാരിച്ചു. നേതാക്കളായ PB അനൂപ്, TA ഫൈസൽ, AV വല്ലഭൻ, KS കരീം, PT ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം ഭാവന റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു വശത്താണ് പൈപ്പ് പൊട്ടി കാനയിലേക്ക് വെള്ളം ഒഴുകുന്നത്. വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടെന്നിരിക്കെ കുടിവെള്ളം പാഴാകുന്നതിൽ ജനങ്ങളിൽ കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. ദിവസങ്ങളായി തുടരുന്ന ചോർച്ചയെക്കുറിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തണമെന്നും അനാസ്ഥ ആവർത്തിക്കാതിരിക്കാൻ സ്ഥിരം നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മരണവീട് സന്ദർശിക്കാനുള്ള യാത്രയ്ക്കിടെ കുടുംബം സഞ്ചരിച്ച കാർ തൃത്താലയിലെ ടർഫ് മൈതാനത്തിനകത്തേക്ക് ഇടിച്ചു കയറിയ അപകടം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:45 അപകടം. മലപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്നും തൃത്താല പരുതൂരിലെ മരണവീട് സന്ദർശിക്കാനുള്ള യാത്രയ്ക്കിടെയായിരുന്നു അപകടം നടന്നത്. തൃത്താല ഹൈസ്കൂളിന് സമീപത്തെ ടർഫ് മൈതാനത്തിനകത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാറിൽ യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CITU ചാവക്കാട് താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം നടത്തി. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഷീബ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായി. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ, CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി AS മനോജ് സ്വാഗതവും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് VG സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നിന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രകടനവും ഉണ്ടായി. മില്ലുകാരുടെ അനാസ്ഥയിൽ നെല്ല് സംഭരണം വൈകിയതിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി പറഞ്ഞു. പോർക്കുളം പഞ്ചായത്തിലെ കാഞ്ഞിരപ്പാടം പാടശേഖരത്തിലെ 80 ഏക്കർ മുണ്ടകൻ രണ്ടാം വിളവാണ് മില്ലുകാർ ഏറ്റെടുക്കാത്തത്.
കൊയ്ത്ത് കഴിഞ്ഞിട്ടും പാടി കോർപ്പറേഷനുമായി രജിസ്റ്റർ ചെയ്ത് സർക്കാരുമായി കരാറുണ്ടായിട്ടും മില്ലുകാർ അകാരണമായി നെല്ല് ഏറ്റെടുക്കാതെ കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. വൻകിട കർഷകരല്ല എന്നതിനാൽ കൊയ്തെടുത്ത നെല്ല് സൂക്ഷിച്ചുവെക്കാൻ സൌകര്യങ്ങൾ കുറവാണ്. നെല്ല് വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയോ പൂപ്പലും മുളയും വന്ന് നശിക്കുകയും വിലയേറിയ ടാർപോളിൻ വാങ്ങേണ്ടി വരികയും ചെയ്യുന്നത് കർഷകർക്ക് ഇരട്ടി ബാധ്യത ഉണ്ടാക്കുകയാണ്. ഇതേ തുടർന്ന് കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പാടത്ത് സന്ദർശനം നടത്തി. മഴ മുന്നറിയിപ്പ് വന്നതും കർഷകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പരിഹാരം കാണേണ്ട ഉദ്യോഗസ്ഥർ ഗുരുതരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. അടിയന്തരമായി നെല്ല് ഏറ്റെടുക്കാൻ മില്ലുടമകൾ തയ്യാറാകാത്ത പക്ഷം വലിയ പ്രക്ഷോഭവും പ്രതിഷേധവും സംഘടിപ്പിക്കുമെന്നും കൃഷിമന്ത്രി അടക്കമുള്ളവരെ വിഷയം ധരിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എങ്ങനെയല്ല കൃഷിക്കാരെ കഷ്ടത്തിലാക്കാം എന്നുള്ളതാണ് മില്ലുകാരുടെ ഈ തെറ്റായ നടപടികൾ കൊണ്ടുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ 18 ദിവസമായിട്ട് നെല്ല് പാടത്താണ്. ഈ 18 ദിവസമായിട്ട് ഈ ടാർപ്പായ്ക്ക് വാടക കൊടുക്കണം. ഈ 18 ദിവസം രാത്രി കാവല് കിടക്കണം. രാത്രി പന്ന് വരും, ഈ ചാക്കൊക്കെ കുത്തിപ്പൊളിക്കും, നായ്ക്കൾ വരും, അവർ ടാർപ്പായ്ക്ക് കടിച്ചു പൊളിക്കും. എല്ലാ ദിവസവും ആ പാടത്ത് കിടക്കുകയാണ്. കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞ് മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. മഴയും കൂടി വന്നാൽ പൂർണ്ണമായി. കർഷക സംഘം ഏരിയ സെക്രട്ടറി KB ജയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കർഷക സംഘം ഏരിയ എക്സിക്യൂട്ടീവ് അംഗം MT പോൾസൺ, VK ജയൻ, അഖില മുകേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പെരുമ്പിലാവ് പരുവക്കുന്ന് ഫെസ്റ്റ് വർണ്ണാഭമായി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായി പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച മുതൽ വിവിധ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആനയും വാദ്യമേളങ്ങളുമായുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ 8ഓളം ആനകൾ അണിനിരന്നു. തുടർന്ന് ബാൻഡ് മേളം, നാദസ്വരം, ശിങ്കാരിമേളം, തമ്പോലം, നാടൻ കലാരൂപങ്ങൾ എന്നിവയോടെ ആരംഭിച്ച ആഘോഷങ്ങൾ രാത്രി 12 മണിയോടെ സമാപിച്ചു. കുന്നംകുളം നഗരസഭയിലേക്ക് ഹാട്രിക് വിജയത്തോടെ കൌൺസിലറായും ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായും തെരഞ്ഞെടുക്കപ്പെട്ട മിനി മോൻസിക്കും മറ്റ് UDF കൌൺസിലർമാർക്കും 22ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മിനി മോൻസി, അനീന, KP മിനി, K ബീന, സോണി ഷാജി, ജിഷ ബേബി, ഷാജി ആലിക്കൽ, റോഷിത് ഒഡാട്ട് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ചിരളയം MGM കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് കുമാർ മുഖ്യാതിഥിയായി. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, ഫാദർ ഗീവർഗീസ് തോലത്ത്, കോൺഗ്രസ് നേതാക്കളായ CK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തലക്കോട്ടുകര സെന്റ് ജോസഫ് കുരിശുപള്ളിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആക്സ് കേച്ചേരി ബ്രാഞ്ചിന് സഹായധനം കൈമാറി. സഹായധനം കൈമാറൽ ചടങ്ങ് ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം KL പോൾസൺ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോസഫ് കുരിശുപള്ളി 60ാം വാർഷികാഘോഷ കമ്മിറ്റി കൺവീനർ ജോർജ് K ഫ്രാൻസിസ് അധ്യക്ഷനായി. ആക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ സഹായധനം ഏറ്റുവാങ്ങി. സെന്റ് ജോസഫ് കുരിശുപള്ളി ഭാരവാഹികളായ ജോയ് ചാലക്കൽ, മോഹൻ ആന്റണി, ആക്സ് കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി MM മോസിൻ, കൺവീനർ AJ ജോൺ, എക്സ് തലക്കോട്ടുകര യൂണിറ്റ് സെക്രട്ടറി TV രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. കുന്നംകുളം നഗരസഭ അയ്യംപറമ്പ് 11ാം വാർഡിൽ വയോമിത്രം ക്യാമ്പിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ കോളേജുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. ചൊവ്വന്നൂർ KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പ് വാർഡ് കൌൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ T സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ കോളേജിലെ ഡോക്ടർ ദേവി നാരായണൻ നമ്പി ആമുഖ പ്രഭാഷണം നടത്തി. മുൻ കൌൺസിലർ KK ആനന്ദൻ, CK ബാബുട്ടൻ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. സൗജന്യമായി മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. കുടുംബശ്രീ അംഗങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച് ചാലിശ്ശേരിയിലെ സരസ് മേള. രുചിയും തിരക്കും ഒത്തുചേർന്ന ഫുഡ് കോർട്ടിൽ പ്രവർത്തിച്ച ഇവർ കൂട്ടായ്മയുടെയും ആത്മവിശ്വാസത്തിന്റെയും കരുത്താണ് സ്വന്തമാക്കിയത്. ആനക്കര CDS അംഗവും പഞ്ചായത്ത് ഹരിതസേന പ്രസിഡന്റുമായ K സൈനബയുടെ നേതൃത്വത്തിൽ 76 പേർ അടങ്ങിയ കുടുംബശ്രീ അംഗങ്ങളാണ് ഫുഡ് കോർട്ടിൽ സജീവമായി പ്രവർത്തിച്ചത്. ലീഡർ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായി നിന്നത് വിജയത്തിന്റെ രഹസ്യമെന്ന് ലീഡർ സൈനബ പറഞ്ഞു. സജീവമായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും സന്തോഷത്തോടെ അത് അനുസരിക്കും. കാരണം നമ്മൾ അവരുടേതായ ഒരു ഇഷ്ടത്തിന് സാറന്മാരും തന്നെ നല്ല സപ്പോർട്ട്. എന്ത് പറഞ്ഞാലും സാറന്മാരോട് ഞാൻ ഓക്കെ പറയുള്ളൂ, എനിക്ക് വയ്യാന്ന് പറയില്ല, അതാരോടും. ശുചിത്വവും സേവനവും ഒരുപോലെ മുൻനിർത്തിയ പ്രവർത്തനങ്ങളിലൂടെ കുടുംബശ്രീയുടെ സംഘാടക ശേഷി ഇവർ തെളിയിച്ചു.
ഇവരിൽ കന്നഡ, ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യമുള്ള 3 പേർ ഉണ്ടായത് ഇതര സംസ്ഥാന സ്റ്റാളുകളുമായി ആശയവിനിമയം നടത്താനും സഹായകരമായി. ഇതോടെ ഏകോപനവും സേവനവും കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാനായി സാധിച്ചതായും ഫുഡ് കോർട്ടിലെത്തുമ്പോൾ എല്ലാം മറന്നുള്ള സന്തോഷമാണെന്നും കുടുംബശ്രീ അംഗം സുമലത നാഗലശ്ശേരി പറഞ്ഞു. ഇനിയും കൂടുതൽ സരസ്സുമേളകളിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുകയാണ് 76-അംഗ കൂട്ടായ്മ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ എന്റെ ബാക്കിയുള്ള അംഗങ്ങള് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികളുണ്ട്. അവര് പറയുന്ന താത്ത ഞങ്ങൾക്ക് വേറെ എവിടെ വിളിച്ചാലും ഞങ്ങൾ പോരാൻ തയ്യാറാ, താത്ത ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായാ മതി എന്നാണ്. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാട്ടകാമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മേഖലാ ട്രഷറർ അനുമോൻ സി തമ്പി ഉദ്ഘാടനം ചെയ്തു. KK ഷമീർ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KA അഭിരാജ് സംസാരിച്ചു. തുടർന്ന് രാഹുലിന്റെ കോലം കത്തിച്ചു. സ്കൂൾ കുട്ടികളെ കയറ്റാതെയും നിശ്ചയിച്ച സ്റ്റോപ്പുകളിൽ നിർത്താതെയും ബസ്സുകൾ സർവീസ് നടത്തുന്നതിനെതിരെ വ്യാപക പരാതി ഉയരുന്നു. പുന്നേർകുളത്ത് മന്നലാംകുന്ന് ബദർപള്ളി മേഖലയിലുള്ള കുട്ടികളാണ് ഇതോടെ ദുരിതത്തിലായത്. ചാവക്കാട് പൊന്നാനി ദേശീയപാത 66-ലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ ദിവസവും രാവിലെ സ്കൂൾ സമയത്ത് നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ നിർത്താതെയും വിദ്യാർത്ഥികളെ കയറ്റാതെയും പോകുന്നത് പതിവാണെന്നാണ് പരാതി. ഇതിനു മുമ്പും ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഇത്തരം വിഷയങ്ങളുണ്ടായപ്പോൾ പരാതികൾ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസിലും പരാതി നൽകിയിരുന്നു. ഇതോടെ ഏതാനും ദിവസം കുട്ടികളോട് ബസ് ജീവനക്കാർ സൗമനസ്യം കാണിച്ചു. എന്നാൽ വീണ്ടും പഴയ രീതി തന്നെയായതോടെ SDPI നേതൃത്വത്തിൽ വടക്കേക്കാട് സ്റ്റേഷനിൽ പരാതി നൽകി. 15ഓളം കുട്ടികൾക്ക് തിങ്കളാഴ്ച സ്കൂൾ സമയത്ത് എത്തിച്ചേരാനായില്ല. SDPI പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയുടെ നേതൃത്വത്തിൽ വീണ്ടും പരാതി നൽകുകയും സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ ബസ് സ്റ്റോപ്പിലെത്തുകയും ചെയ്തു. പോലീസ് നോക്കി നിൽക്കെ ബസ്സുകൾ നിർത്താത്ത സ്ഥിതിയുണ്ടായി എന്നാണ് ആക്ഷേപം. പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ ബസ് നിർത്തി കുട്ടികളെ കയറ്റിവിടുകയും ചെയ്തു. നാട്ടുകാരായ സക്കറിയ പൂക്കാട്ട്, അബ്ദുൾ മജീദ് തെക്കേക്കാട്ടിൽ, ഷാഹു പെഴപ്പൻ, മുബഷീർ, മൊയ്നുദ്ദീൻ, മുസ്തഫ എന്നിവരും ഉണ്ടായിരുന്നു. കലാകായിക രംഗത്ത് ശ്രദ്ധേയമായ സാന്നിധ്യമാകുവാൻ യുവത ചിറമനേങ്ങാട് കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചു. 1-ാം വാർഡ് മെമ്പർ ഷീജ മണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി, കുന്നമ്പത്തുകാവ് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ മേലേപുരയ്ക്കൽ, മുൻ പ്രസിഡന്റ് ഗംഗാധരൻ നായർ, CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, നീലാമാക്കിൽ സത്യൻ, വാലിപ്പറമ്പിൽ കുട്ടൻ, അജിതൻ, സജിത പ്രതാപ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കടങ്ങോട് കുടക്കുഴി ശ്രീ ചന്ദനങ്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ ശാസ്ത്രീയ ലക്ഷാർച്ചന നടത്തി. ദേശത്തിന്റെയും തട്ടകത്തിന്റെയും നാഥനായ ശ്രീ അയ്യപ്പന്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടിയാണ് പ്രശ്നവിധി പ്രകാരം ലക്ഷാർച്ചനയും പ്രത്യേക പൂജാകർമ്മങ്ങളും നടത്തുന്നത്. ചൈതന്യവത്തായ കലശം 3 ദിവസം ഭഗവാന് അഭിഷേകം ചെയ്യും. സമാപന ദിവസമായ ജനുവരി 15-ന് പ്രസാദഊട്ടും ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് MG വിജയൻ, സെക്രട്ടറി AP ദിനേശ് കുമാർ, ട്രഷറർ A സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാരം കുറഞ്ഞ അപകട സാധ്യതയുണ്ടായിരുന്ന നവജാത ശിശുവിനെ പരിചരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പന്നിത്തടം അൽ അമീൻ ആശുപത്രിയിലെ മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനം അഭിനന്ദനങ്ങൾക്കിടയാക്കുന്നു. സമഗ്ര ഗൈനക്കോളജി സേവനങ്ങൾക്ക് പേരുകേട്ട പ്രമുഖ ആരോഗ്യ സംരക്ഷണ സ്ഥാപനമായ അൽ അമീൻ ആശുപത്രിയിലെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പരിചരണത്തെ തുടർന്നാണ് ഭാരം കുറവായിരുന്ന നവജാത ശിശുവിനെ വിജയകരമായി ഡിസ്ചാർജ് ചെയ്തത്. $950 ഗ്രാം ഭാരമുള്ള നവജാത ശിശുവിനെ പ്രസവശേഷം ഉടൻ തന്നെ NICUവിൽ പ്രവേശിപ്പിച്ചു.
വിദഗ്ധരായ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കുട്ടിയെ നിരീക്ഷിച്ച് പരിചരിച്ചത്. നിയനറ്റോളജിസ്റ്റുകൾ, നഴ്സുമാർ, അനുബന്ധ ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി സംഘമാണ് പരിചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ശ്വസന പിന്തുണയും പോഷകാഹാര മാനേജ്മെന്റും ഉൾപ്പെടെ സ്ഥാപിത നവജാത ശിശു പരിചരണ പ്രോട്ടോകോളുകൾക്കനുസൃതമായി സൂക്ഷ്മ നിരീക്ഷണം നടത്തി 24 മണിക്കൂറും പരിചരണം നൽകി. NICU ടീമിന്റെ ഏകോപിത പരിശ്രമങ്ങളും രോഗീ സുരക്ഷ, ക്ലിനിക്കൽ മികവ്, ധാർമ്മിക മെഡിക്കൽ പ്രാക്ടീസ് എന്നിവയോടുള്ള പ്രതിബദ്ധതയും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലായിരുന്നു പരിചരണം. ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ നഫീസ ഉസ്മാൻ, ഡോക്ടർ നെയ്മ ഖാദർ, നിയോനെറ്റോളജിസ്റ്റ് മുഹമ്മദ് റസൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനം. പരിചരണ പ്രക്രിയയിലുടനീളം മെഡിക്കൽ ടീം കുടുംബവുമായി അടുത്ത് പ്രവർത്തിച്ചു. ഉയർന്ന അപകട സാധ്യതയുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിന് കൃത്യത, അനുഭവം, നിരന്തരമായ നിരീക്ഷണം എന്നിവ ആവശ്യമാണ്. സങ്കീർണമായ നവജാത ശിശു കേസുകൾ കൈകാര്യം ചെയ്യാൻ അൽ അമീൻ ആശുപത്രിയുടെ NICU സജ്ജമാണ്. കൂടാതെ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പരിചരണ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ട്. അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും അനുകൂല ഫലങ്ങൾ നൽകുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ, സ്റ്റാഫ് പരിശീലനം, ഗുണനിലവാര ഉറപ്പ് നടപടികൾ എന്നിവയിൽ ആശുപത്രി വിട്ടുവീഴ്ചയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. വിവിധ മേഖലകളിൽ ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് അൽ അമീൻ ആശുപത്രി പ്രതിജ്ഞാബദ്ധമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കളംപാട്ട്, ദീപാരാധന, കേളി, തായമ്പക, എഴുന്നള്ളിപ്പ് എന്നിവ 7 ദിവസങ്ങളിലായി നടക്കും. മകരച്ചൊവ്വ ദിവസം നടക്കുന്ന മഹോത്സവത്തോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം. കുറുക്കൻപാറ കോലാടി വറീദ് മകൻ ഗീവർ നിര്യാതനായി. 45 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ജീവനക്കാരനും മത്തായി തമ്പൂർ വാദ്യകലാകാരനുമാണ് ഗീവർ. റെജീനയാണ് ഭാര്യ. ഏഞ്ചൽ, എനിറ്റോ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തൈക്കാട് ജുമാഅത്ത് പള്ളിക്ക് സമീപം വലിയകത്ത് പടിഞ്ഞാറയിൽ അബു ഹാജി നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം തൈക്കാട്ട് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. റംല ഭാര്യയും ഔസൽ, അനീഷ്, അൻഷാദ്, അൻഷ എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ തിരുവെങ്കിടം അകമ്പടി പത്മാവതി അമ്മ നിര്യാതയായി. 77 വയസ്സായിരുന്നു. പരേതനായ പുരുഷോത്തമൻ നായർ ഭർത്താവാണ്. വിനോദ് കുമാർ, വിജയകുമാർ എന്നിവർ മക്കളാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. പഴഞ്ഞി മേലെപ്പട്ടിത്തടം പുലിക്കോട്ടിൽ പരേതനായ ശീമോൻ ഭാര്യ മറിയാമ്മ നിര്യാതയായി. 71 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ഷിജി, ഷാജൻ എന്നിവർ മക്കളാണ്. വെള്ളാറ്റഞ്ഞൂർ തോട്ടാൻപറമ്പിൽ പരേതനായ രാമദാസ് ഭാര്യ വത്സല നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വിജി, ബിജു എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പൂരങ്ങളുടെ പൂരത്തിന്റെ നാട്ടിൽ കലാപൂരത്തിന് അരങ്ങുണരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തിരിതെളിയും. രാവിലെ 10-ന് തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമേള ഉദ്ഘാടനം ചെയ്യും. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും കോൺഗ്രസ് SDPI ധാരണ. കോൺഗ്രസ് പിന്തുണയോടെ SDPI അംഗത്തിന് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം. ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ SDPI അംഗം സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് CPM. പോലീസിന് നേരെ ഗുണ്ടാക്രമണം. വടക്കേക്കാട് ASI അനിൽകുമാറിന് പരിക്ക്. പുന്നേർകുളം കുന്നത്തൂരിലെ ബാറിലെ സംഘർഷം ഒഴിവാക്കാൻ സ്ഥലത്തെത്തിയ ASIയെയാണ് ഗുണ്ടാസംഘത്തിൽപ്പെട്ടവർ ആക്രമിച്ചത്. പ്രതികൾ പിടിയിൽ. എരുമപ്പെട്ടി കുണ്ടന്നൂർ മാവിൻചൂട് പരിസരത്ത് കടന്നൽ ആക്രമണം. കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും രക്ഷിക്കാനെത്തിയവർക്കും കടന്നൽ കുത്തേറ്റു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃത്താലയിൽ UDF-ൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാകുന്നു. VT ബൽറാമിന് പകരം ഉയരുന്നത് OK ഫാറൂഖിന്റെയും CV ബാലചന്ദ്രന്റെയും പേരുകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.